പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സങ്കീർത്തനം 127. എല്ലാം ദൈവത്തിൻ്റെ ദാനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. 2005 മുതൽ സ്വയം തൊഴിൽ കണ്ടെത്തിയവനാണ് ഞാൻ. ഒരു ചെറിയ കൺസൾട്ടിങ് കമ്പനി സ്ഥാപിച്ചു 2005. 2005 മുതൽ ഈ നിമിഷം വരെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നീ എന്തെങ്കിലും പട്ടിണി കിടന്നുവോ? ഏതെങ്കിലും ഒരു ഓർഡർ നീ പ്രയത്നിച്ചിട്ടാണോ നിനക്ക് കിട്ടിയത്, അതോ അവർ നിന്നെ അന്വേഷിച്ചു വന്നതാണോ? യഥാർത്ഥ സത്യം പറയുകയാണെങ്കിൽ ദൈവം സഹായിച്ച് ഇന്ന് വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഓർഡറുകളെല്ലാം മറ്റുള്ളവർ എന്നെ ഏൽപ്പിച്ച ജോലികളാണ്. ഞാൻ പോയി കണ്ടുപിടിച്ചത് 100 കണക്കിന് ഓർഡറുകളിൽ 1 2 മാത്രമാണ് ഞാൻ പോയി കണ്ടുപിടിച്ചത്. ബാക്കിയെല്ലാം കർത്താവ് വഴി നടത്തുകയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ, ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഒക്കെ വരാറൊക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിക്കാവുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നൊരു കാര്യം, ഇത്രയും നാൾ ഞാനല്ലേ നിന്നെ വഴി നടത്തിയത്, പിന്നെ നീ എന്തിന് സംശയിക്കുന്നു? അത് എൻ്റെ കാര്യം. പക്ഷെ ഞാൻ ചുറ്റുപാടും തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി കഠിന പ്രയത്നം ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ പലരും ജീവിതത്തിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 14-15 മണിക്കൂർ ഓരോ ദിവസവും അവർ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പലരും സാമ്പത്തികമായി വളരെ ഉന്നതിയൊക്കെ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ എത്രമാത്രം സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്നൊക്കെ സംശയമുണ്ട്. അവരുടെ ആരോഗ്യം എങ്ങനെയാണുള്ളത്? ഇവർ സമ്പാദിച്ചു കൂട്ടിയത് ആര് കൊണ്ടുപോയി അനുഭവിക്കും? ഇവർക്ക് സ്വന്തം ഉണ്ടാക്കിയ സ്വത്ത് ആസ്വദിക്കാൻ പോലും സമയമില്ല, ഒന്ന് വിശ്രമിക്കാൻ പോലും സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് ദൈവം എന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച്, അതായത് നമുക്കൊരു വഴി കൂടിയൊക്കെ പോകുമ്പോൾ ആ വഴിയുടെ സൈഡിലൊക്കെയുള്ള പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു മനസ്ഥിതി, അല്ലെങ്കിൽ ഒരു സാവധാനം കർത്താവ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുന്നു.
പലരും സാമ്പത്തികമായിട്ട് പോലും രക്ഷപ്പെട്ടിട്ടില്ല. കഠിനാധ്വാനം ചെയ്തിട്ടും അവർക്ക് ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രം, അവർ സ്വന്തം ബലത്തിൽ മാത്രം ആശ്രയിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ സ്ട്രഗിൾസ് എല്ലാം സംഭവിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകും. അപ്പോൾ നമ്മൾ ഉറങ്ങിയാലും നമ്മൾ വിശ്രമിക്കുമ്പോഴും കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ വായിച്ചത്, മദർ തെരേസയോട് ഒരു വലിയ ഒരു ബാങ്കിൻ്റെ അധികാരി ഒരു വീട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അവിടെ ചെല്ലുകയും മദർ തെരേസയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്ര അധികം ആളുകളെ കാത്തു സൂക്ഷിക്കുന്നില്ലേ? ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് നിങ്ങളുടെ വിജയ രഹസ്യം? അപ്പോൾ മദർ തെരേസ തിരിച്ച് ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇന്നിവിടെ വന്നത്? സംഭാവനയുമായി ഇന്നിവിടെ വന്നത് എങ്ങനെയാണ്? അപ്പോൾ അയാൾ മദർ തെരേസയോട് പറയുകയാണ്, ഇന്നലെ ഉറക്കത്തിൽ എനിക്കങ്ങനെ തോന്നി, ആരോ എന്നെ തോന്നിപ്പിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സംഭാവന, വലിയൊരു തുക, ഒരു വസ്തു ഏൽപ്പിക്കാനായിട്ട് ആരോ അയാളെ തോന്നിപ്പിച്ചു. അപ്പോൾ മദർ തെരേസ പറയുകയാണ്, ഇത് തന്നെയാണ് എൻ്റെ സ്ട്രാറ്റജി. ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. അപ്പോൾ കർത്താവ് മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റുള്ളവരിൽ ഓരോ തോന്നലുകൾ ഉണ്ടാക്കും. അവർ അതിൻ പ്രകാരം ഇവിടെ വന്ന് ഭക്ഷണമായിട്ടും പൈസയായിട്ടും വസ്ത്രമായിട്ടും വോളണ്ടിയറായിട്ടും എല്ലാം ഇവിടെ പ്രവർത്തിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതാണ് എൻ്റെ സ്ട്രാറ്റജി, ജീവിത വിജയ മന്ത്രം എന്ന് മദർ തെരേസ അവരോട് പറയുകയാണ്. നമുക്കും ഈ ഒരു തത്വത്തെ, ഈ ഒരു വചനത്തെ മുറുകെ പിടിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വീണ്ടും വചനം സുഭാഷിതങ്ങൾ 21:30 പറയുന്നു, ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. എന്ത് പദ്ധതി ഇട്ടാലും, അത് വീട് പണിയാകാം, പുതിയ സംരംഭങ്ങളാകാം, ആത്മീയ ജീവിതമാകാം, എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ അനുദിന ജോലികളാകാം, വിജയം നൽകുന്നത് കർത്താവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്ക് കർത്താവിനെ ഭരമേൽപ്പിക്കാം. കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ. കർത്താവിന് ഇഷ്ടമില്ലാത്ത എല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയാം. എന്നിട്ട് പൂർണ്ണമായി കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. അപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു വിശ്വാസത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിത പാതകളിൽ ഞങ്ങൾക്ക് താങ്ങും തണലും മാർഗദർശിയുമായി ഞങ്ങളുടെ കരം പിടിച്ച് അങ്ങ് ഞങ്ങളെ നടത്തണമേ. ഇന്നുവരെ അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവെ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.